ബെനീസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ കൂർ നഗരവും അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ആണ്. ബെനീസ് വ്ളോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പ്രോഗ്രാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് ഇന്ന് ഞങ്ങൾ പോകുന്ന ബെർണീന എക്സ്പ്രസിൻ്റെ റൂട്ട്. ഇതിൽ കാണുന്ന കണ്ടിന്യൂസ് ലൈനുള്ള ഏരിയയാണ് ട്രെയിൻ പോകുന്നത്. കൂർ എന്നുള്ള സ്ഥലത്തുനിന്ന് തൂസിസ്, ഫിലിസൂർ, സെൻറ്റ് മോറിസ് വഴി നമ്മൾ ടിറോനയിലേക്ക് ജസ്റ്റ് ആ വൈറ്റ് കളറിലുള്ളതാണ് പിന്നെ നമ്മുടെ സ്വിറ്റ്സർലൻഡ്. നീല ഇപ്പറ കളറിലുള്ള ഇറ്റലിയാണ്. ഇറ്റാലിയൻ അടുത്ത പട്ടണത്തിലേക്ക് പോകും. അവിടുന്ന് ബസ്സിൽ ഡോട്ട് ഇട്ട ലൈൻ ബസ്സിൽ തിരിച്ച് സ്വിറ്റ്സർലൻഡിലെ ലുഗാനോ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് വരും. ഇവിടെ ഞങ്ങൾ ഇന്നലെ കൂറിൽ താമസിച്ചിരുന്ന പിന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ആ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങോട്ട് വന്നത്. ഒരു 500 മീറ്ററോളം നമ്മൾ അവിടെ ഇങ്ങോട്ട് നടന്നു വന്നു. ഇവിടെ കാണുന്ന ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ കാണുന്ന അതാണ് റെയിൽവേ സ്റ്റേഷനിലെ താഴെ വരുന്ന ആൾക്കാരിങ്ങനെ വരുന്ന അതാണ്. താഴേന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നതാണ് കാണുന്നത്. ഇതിലൂടെ നേരെ മുന്നോട്ട് ഒരു 500 മീറ്റർ പോകുമ്പോഴായിരുന്നു നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരുന്നൊരു പിന്നെ ഹോട്ടലിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇതിൻ്റെ നേരെ ബസ്സും ഉണ്ട്. ബസ് ഇപ്പറേ പോകുന്നു. ബസ്സിൻ്റെ അപ്പുറയാണ് റെയിൽവേ സ്റ്റേഷൻ. ബസ് പോകുന്നതിൻ്റെ ഇപ്പറേ താഴോട്ട് ഇറങ്ങാനും അണ്ടർഗ്രൗണ്ട് ഇറങ്ങാനുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളത് കാണുന്നുണ്ട്. നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും നമ്മൾ പിന്നെ ഈ താഴെ അണ്ടർഗ്രൗണ്ടുകളിൽ ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിൻ്റെ അടുത്തായിരിക്കുന്നത് നിറയെ ഈ ഷോപ്പിംഗ് ഇതുണ്ട്, കടകളുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്. വലിയ എല്ലാ സാധനങ്ങളും ഈ പോലെയൊക്കെയുള്ള പിന്നെ സ്റ്റോറുകളിൽ നിറയും എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് വേണ്ട ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഹാഫ് പ്രൈസിൽ ചില പ്രത്യേക ഓഫറുകളുള്ള സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്രോസൻ്റ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ 1 മണിയാകുമ്പോഴത്തേനും ടിറോന ഇറ്റലി ചെല്ലും. അവിടെ ഏതാണ്ട് 1 മണിക്കൂർ നമുക്ക് ഗ്യാപ്പുണ്ട്. അപ്പം ഇറ്റാലിയൻ പിസ്സ അവിടുന്ന് ടിറോന പട്ടണത്തിൽ നിന്ന് കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇത് അവിടുത്തെ SBB സാധാരണ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ട്രെയിൻ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ സാധാരണ SBB എന്നുള്ള അവരുടെ സ്വിറ്റ്സർലൻഡിൻ്റെ സാധാരണ ട്രെയിനാണ് ഈ കാണുന്നത്. നമ്മൾ പോകാനുള്ള ട്രെയിൻ പറക്കിയിരിക്കുന്നതിൻ്റെ അടുത്ത പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ആ ട്രെയിനാണ് നമുക്ക് പോകാനുള്ള ബെർണീന എക്സ്പ്രസ് എന്ന് പറയുന്നത്. ബെർണീന എക്സ്പ്രസ് ഇതൊരു പനോരമിക് ട്രെയിനാണ്. ഈ വലിയ നല്ല കാഴ്ചകളുള്ള റൂട്ട് വഴി പോയി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ജാലകങ്ങളൊക്കെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ചെറിയ ജാലകങ്ങളാണ്. മറ്റേ മുകളിലോട്ട് കയറിയുണ്ട്. നമ്മളേതായാലും പോകാൻ അല്പസമയം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് ബോഗിയാണ്. നമുക്കിവിടെ ലാസ്റ്റ് ബോഗി ഇവിടെയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട്. ഫുഡോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടവർക്ക് കൊടുക്കാനായിരിക്കും. നമുക്ക് പിന്നെ ഒരു അവസാനം പോരാറാകുമ്പോൾ നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് പോലെ തരുന്നുണ്ട്. ഇതിനകത്ത് ബെർണീന എക്സ്പ്രസിൽ നല്ലൊരു ഗിഫ്റ്റായിരുന്നു. ഒരു പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ലിൻഡിൻ്റെ ചോക്ലേറ്റ് കുഞ്ഞൊരു നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ പകുതിയുള്ളൊരു ബോക്സിൽ ബെർണീന എന്നുള്ള നല്ല നിറയെ ചോക്ലേറ്റ്സ് ആയിരുന്നു. നല്ല കുഞ്ഞായിരുന്നെങ്കിലും വളരെ നല്ല ഒരു ഇതായിരുന്നു. അതേസമയം നമ്മുടെ ഇന്നലത്തെ ട്രെയിനകത്ത് കിട്ടിയ എന്തോ ബിസ്ക്കറ്റാണ്. അതൊരു പക്ഷേ ഒരു സുഖമില്ലായിരുന്നു അതിൻ്റെ ഇത് പാക്കിങ് ഒന്നും. ഇത് ഉച്ചവരെയുള്ളൂ ഈ ട്രെയിൻ ബസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ടിറാനോയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അവിടുന്ന് ബസ്സുണ്ട്. ബെർണീന ബസ് തന്നെ. അതിന് നമുക്ക് റിസർവേഷൻ എടുക്കണം. ഓൾമോസ്റ്റ് 2 റിസർവേഷൻ ഇന്നലത്തെ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിനാകുന്ന പോലെ തന്നെ അത്രയും 39 ആണ് 49 അങ്ങനെ കണ്ട 50 സ്വിസ് ഫ്രാങ്കിന് താഴെയാവും രണ്ടിനോടെ. ഓൾമോസ്റ്റ് ഫെയറും അതുപോലെ തന്നെ. ഞാനിപ്പോൾ ഏതായാലും ഉള്ള സമയം കൊണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ സൈഡിലുള്ള വീടുകളിലേക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം ഈ കൂർന്നുള്ള ടൗണിന് ചുറ്റും മലകളാണ്. മലകളുടെ മുകൾ ഭാഗത്ത് ഒരു പകുതിക്ക് മുകളിലോട്ടെല്ലാം മഞ്ഞാണ്. ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്
ഈ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. നൈറ്റിലൊക്കെ നല്ല തണുപ്പായിരുന്നു. കൈ അധികം നമുക്ക് ഈ ഷെയ്ഡിന് താഴെ അല്ലാതെ വെളിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ കൈ മരയ്ക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളല്ലെങ്കിൽ കയ്യുറകൾ ഇട്ടാലേ നമുക്ക് പറ്റുന്നുള്ളായിരുന്നു. കയ്യുറകൾ ഇട്ടാൽ നമുക്ക് റെക്കോർഡിങ് പറ്റാതെ ഈ ഒന്ന് സ്റ്റോപ്പും പിങ്ങിനൊന്നും ചെയ്യാൻ മേലാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ കയ്യുറ ഇല്ലാതെയാണ്. പക്ഷെ വെളിയിലിറങ്ങി ഈ നമ്മൾ മുകളിലുള്ള ഇതിൻ്റെ ഈ പിന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കവറിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കവറിങ് ഇല്ലാത്തടത്ത് നിൽക്കുമ്പോഴാണ് തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എഴുതിറങ്ങി ആ ഭാഗത്തേക്കെല്ലാം നിറയെ ഇങ്ങനെ വീടുകളാണ്. ടൗണിൻ്റെ ഒരു ഏരിയ കാണുന്നത്. ഞങ്ങൾ സ്വിറ്റ്സർലൻഡ് ടൗണിൽ ഈ കൂർ ടൗണിൽ കൂടുതൽ പോയില്ല. എന്നല്ല വൈകിട്ട് വന്നപ്പോഴത്തേനും തന്നെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പം 8 മണിയായി. പിന്നെ ഇവിടുന്ന് നമ്മൾ 550 മീറ്ററോളം ഉണ്ടായിരുന്നു നമ്മുടെ താമസിക്കുന്ന പിന്നെ ഹോട്ടലിലേക്ക്. രാത്രി ആയതുകൊണ്ട് നമുക്ക് എവിടെയാണെന്ന് അറിയും. നമുക്കിപ്പം ഗൂഗിളിട്ട് നോക്കിയാൽ അറിയാം. എന്നാലും നമ്മൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ടാക്സിയിലാണ് പോയത്. 15 ഫ്രാങ്കായി ഇവിടുന്ന് 550 മീറ്റർ പോകാൻ വേണ്ടി ടാക്സിക്ക്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ ഡബിൾ റൂംസാണ്, 4 പേരുണ്ടായിരുന്നുകൊണ്ട് 2 ഡബിൾ റൂംസ് എടുത്ത് ഒരാൾക്ക് ഒരു 5000 രൂപ വെച്ച് ഉള്ള ചിലവായി അവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല ഇതായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത ഇവിടെയും അൺമാൻഡാണ്. നമുക്ക് അവിടെ ഒരു നമ്പറിട്ട ലോക്സ് ഉണ്ട്. ആ ലോക്കിനൊക്കെ നമുക്ക് ഇതാണ് നമുക്ക് അനലോഗ് ഇതാണ് നമ്പർ ലോക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സീക്രട്ട് കോഡ് തരും. ആ മെയിലിൽ വരും, നമ്മുടെ ഇതിൽ വരും. ആ നമ്പർ വെച്ച് ആ പർട്ടിക്കുലർ ബോക്സ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് റൂമിൻ്റെ കീ കിട്ടും. ആ കീ എടുത്ത് റൂം നമ്മളെ അറിയിച്ചിരിക്കും. നമ്മൾ തുറക്കുക, അത്രയേ ഉള്ളൂ. ആവശ്യം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോരുക, വേറെ ഒന്നുമില്ല. അപ്പം വേറെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിന് മുമ്പ് തന്നെ റൂം എടുക്കുമ്പോൾ തന്നെ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്ന് അവിടുത്തെ പിന്നെ കൂപ്പെന്നുള്ള അവിടുന്ന് നമ്മൾ ക്രോസൻറ്റ് വാങ്ങി രാവിലെ കഴിക്കാനുള്ള നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ കൂർ പട്ടണത്തിൻ്റെ സൈഡ് വഴി കാണുന്ന ഈ ബിൽഡിങ്ങുകളും അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത്. എല്ലാം ഈ സൈഡ് ഇതെല്ലാം ഒരു കുന്നുകളിൽ ചുറ്റപ്പെട്ടുള്ള ഒരു പട്ടണമാണ് കൂറ്. എല്ലായിടത്തും നിറയും ഒരു കുന്നുകളിലെല്ലാം ഒരു പകുതിക്ക് മുകളിലോട്ട് മുഴുവൻ മഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഈ കൂറിൽ നമ്മൾ പഴയ പട്ടണമുണ്ട്. പഴയ പട്ടണത്തിൽ ഈ പിന്നെ മോട്ടോർ ഇല്ലാത്ത വണ്ടികൾ ഉപയോഗിക്കാത്തൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെയൊക്കെ വേണമെങ്കിൽ പോയി കാണാം. പക്ഷെ നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ബെർണീന എക്സ്പ്രസ്സിൽ നേരെ ടിറാനോടിക്ക് യാത്ര ചെയ്യുക, പോകുമ്പോഴുള്ള കാഴ്ചകൾ ആസ്വദിക്കുക. അതാണ് നമ്മുടെ അടുത്ത. അതുപോലെ തന്നെ അവിടുന്ന് ഇറ്റലി വഴി ബെർണീന ബസ് വഴി ഇറ്റലി വഴി കവർ ചെയ്ത് പിന്നെ ലുഗാനോ പട്ടണത്തിലേക്ക് തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് വരിക. അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് ആയിരുന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ പിന്നെ പോയില്ല. പിന്നെ ഈ നമ്മുടെ ഈ കൂർന്നുള്ള പട്ടണം വഴി ചുറ്റാനൊന്നും പോയില്ല. അതുപോലെ തന്നെ നമ്മൾ രാവിലെ 8:30 അവിടുന്ന് ഈ ബെർണീന എക്സ്പ്രസ് പുറപ്പെടുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കൂടുതൽ സമയം ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല. രാവിലേക്ക് പിന്നെ നല്ല തണുപ്പാണ്. ഇതെല്ലാം ഈ വഴികളിലൊക്കെ നോക്കിയാൽ അറിയാം രാവിലെ മഴ പെയ്ത് എല്ലായിടത്തും വെള്ളം കിടപ്പുണ്ട്. ഇതൊക്കെ നല്ല ഗോതമ്പ് പാടങ്ങളൊക്കെയാണ്. സൈഡിലൊക്കെ വീടുകളുണ്ട്. വഴിയിലെല്ലാം നന്നായിട്ട് വെള്ളമുണ്ട്. മഴ പെയ്ത് തോർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ. ഇവിടെയൊക്കെ പിന്നെ മരങ്ങളൊക്കെ പൂത്തിട്ടുണ്ട്. ഓരോ മരത്തിൻ്റെയും പുഷ്പിക്കുന്നത് വ്യത്യസ്തമാണ്. ചില മരങ്ങൾ പൂത്തിട്ടുണ്ട്, ചിലത് തളർക്കാൻ തുടങ്ങുന്നു, ചിലത് മരച്ചിപ്പോഴും നിൽക്കുകയാണ്. എല്ലാം ഗോതമ്പ് വെച്ച് നല്ലതായിട്ട് പച്ചപ്പായി വരുന്നുണ്ട്. ഗോതമ്പ് പാടങ്ങളുണ്ട്. ഈ ഭാവമൊക്കെ ഉഴുതിട്ടിരിക്കുന്നു. നല്ല ഇനിയിപ്പം വിതച്ചിട്ടുണ്ടാവും, കിളുത്ത് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കി കുറേ ഭാഗങ്ങളാണ് കാണുന്നത്. ഈ പിന്നെ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ നടുക്ക് കുറേ സമതലങ്ങളും അവിടെ എല്ലാം വീടുകളും അതിൻ്റെ നടുക്കൂടെയുള്ള ഒരു റെയിൽ പാളവും പിന്നെ ഒരു തോടോ അല്ലെങ്കിൽ ഒരു ആറോ അല്ലെങ്കിൽ പിന്നെ ഒരു റോഡും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. 2 സൈഡിലും ഈ പിന്നെ മലകളും താഴ്വാരങ്ങളും പച്ചപ്പുള്ള താഴ്വാരങ്ങളൊക്കെ. ഇതൊരു കൂറിൽ തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നല്ല വീടുകൾ. ഇവിടെ എല്ലാം വഴികളിലെല്ലാം വെള്ളം കിടപ്പുണ്ട്.
പല കളറിലുള്ള ഇലകളുള്ള ചെടികളും എല്ലാം പൂക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞങ്ങൾ ഏപ്രിൽ 14 തീയതി വന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇതുവഴി കവർ ചെയ്യുന്നത്. 2023 ഏപ്രിൽ 14 തീയതിയാണ് ഈ യാത്ര. 14 തീയതി രാവിലെയാണ്, ഒരു 9 ആയി കാണും ഇപ്പോൾ ഈ സമയം. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൂക്കളും പിന്നെ തളർത്ത് പൂത്തൊക്കെ നിൽക്കും. കുറേ കൂടെ നല്ല പിന്നെ റെഡ് ഈ റോസൊക്കെ പൂക്കണമെങ്കിൽ പിന്നെയും ഒരു 2-3 ആഴ്ച 3-4 ആഴ്ച കഴിയുമ്പോഴത്തേന് നന്നായിട്ട് റോസുകളൊക്കെ പൂത്ത് നിൽക്കും. ഇവിടെ പിന്നെ ഇത് ഗോതമ്പ് പാടങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ റെഡിയാക്കിയിട്ടിരിക്കുന്നു വിതയ്ക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ മരങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത പറഞ്ഞത്, നമ്മൾ കൂറിൽ മറ്റുള്ളിടത്തെ പോലെ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ മറ്റു സ്ഥലങ്ങളിലെ പോലെ ട്രാംസ് ഇല്ല ഇവിടെ. അതുകൊണ്ട് ഓവർ റോഡ് ലൈൻസ് ഇല്ല. വഴി നമ്മൾ പാരീസിലൊക്കെ പോയ പോലെയുള്ള പോലത്തെയുള്ള വഴികളൊക്കെയാണ്. എന്നു വെച്ചാൽ ഓവർ ലൈൻസ് ഇല്ല. മറ്റല്ലെങ്കിൽ ചിലന്തി വലകൾ പോലെ ഇങ്ങനെ മുകളോട്ട് നിൽക്കലും വഴിയുടെ മുകളിൽ മുഴുവൻ ഇങ്ങനെ പിന്നെ ട്രാം ഉണ്ടെങ്കിൽ ട്രാമിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് അതിന് വേണ്ടിയുള്ള ഇത് ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മളിവിടുത്തെ സാധാരണ ഒരു ട്രെയിന്. അപ്പോൾ അതിലുള്ള ആൾക്കാരുണ്ട്, നമ്മളതിനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. നല്ല നമ്മുടെ ഇവിടുത്തെ പുതിയ ട്രെയിനിനെ പോലെയൊക്കെയുള്ള നല്ല ഫെസിലിറ്റീസാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിലും എല്ലാം നല്ല ഫെസിലിറ്റീസാണ്, നല്ല ട്രെയിനുകളാണ്. ഇത് എന്തൊരു ഫാക്ടറിയാണെന്ന് തോന്നുന്നു. അതാണ് സാധാരണ ബസ്സുകളാണ്, ഇവിടെ ട്രാംസ് അല്ല. അതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ മറ്റേ നമ്മൾ പോയ ബേണും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വേറെ അതിർത്തി പട്ടണത്തിൽ ആയിരുന്നു പോയിരുന്നത്. നമ്മൾ പിന്നെ ഫ്രാൻസിൻ്റെ ജർമ്മനിയുടെ 3ൻ്റെയും കൂട്ടുള്ള അതിർത്തി പട്ടണത്തിൽ പോയപ്പോഴും അവിടെയെല്ലാം ട്രാംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമ്മൾ കൂടുതൽ കണ്ടില്ല. ഇവിടെ നമ്മൾ സാധാരണ ബസ്സുകളാണ്, ട്രാംസ് അല്ലായിരുന്നു. ഇവിടെ ഒരു 6 ഒഴുകുന്നുണ്ട് സൈഡ് വഴി. റൈൻ നദിയാണ് ഇതിലൂടെ ഒഴുകി പോകുന്നത്. സൈഡിലെല്ലാം മരങ്ങളും പച്ചപ്പൽ മേടുകളും. ഇതാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ഹരിത ഭംഗി എന്ന് പറയുന്നത്. എല്ലാം ഗോതമ്പ് വിതച്ച് നല്ല ആയിട്ട് വലുതായിട്ട് വരുന്നു. മരങ്ങളൊക്കെ തളർത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ട്രെയിൻ പോകുന്നതിൻ്റെ സൈഡിൽ ഇവിടെയും വെള്ളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ഇടയിലായിട്ട് നല്ല വലിയ ഈ മരങ്ങളുണ്ട്. മരക്കൂട്ടങ്ങളുടെ സൈഡ് വഴിയാണ് ഇതിലൂടെ യാത്ര തുടരുന്നത്. ഇപ്പം ട്രെയിനിൽ അങ്ങനെ കുന്നുകൾ ക്ലിയറായിട്ട് കാണാൻ പറ്റും. നദി ഒഴുകുന്നത് കാണാം.
ആറിൻ്റെ മറുകരയിൽ ബസ് റൂട്ട് ഈ റോഡാണ്. ചെറിയ പാലങ്ങളുണ്ട്, നടപ്പാലങ്ങൾ. വീണ്ടും ഗോതമ്പുപാടങ്ങളും അതിൻ്റെ ഇടവഴി പോകുന്ന വഴിയും പൂത്തുലഞ്ഞ മരങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുവാണ്. ആറിൻ്റെ ഒരു വ്യൂ പിന്നെയുണ്ട്. നല്ല ഇതാണ്, റൈൻ നദിയാണ്. അതിൻ്റെ കുറേ പാലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.